ഹലോ ഗൈസ്, ഇന്നങ്ങനെ ഞങ്ങൾ ഒരുപാട് നാളായിട്ട് പോകാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. ഇത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 2.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. പിസ്മോ ബീച്ച്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ബഗ്ഗി ഡ്രൈവും സിപ്പ് ലൈനുമാണ് കേട്ടോ. അപ്പോൾ ബഗ്ഗി ഡ്രൈവ് ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ഇന്നത്തെ മെയിൻ മോട്ടിവേഷൻ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഭക്ഷണം കഴിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് 12 മണി 12:30 സമയമാണ് കേട്ടോ. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ വിളിച്ച് സീറ്റൊക്കെ റിസർവ് ചെയ്തു. അവിടെ ചെന്നിട്ട് ഇനി വെയിറ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ മെനുവിൽ ഫിഷാണ് കൂടുതൽ കേട്ടോ. അപ്പോൾ ഞാനും ഹസ്ബൻഡും ഫ്രഷ്ലി കോട്ട് അല്ലെങ്കിൽ ടുഡേയ്സ് കോട്ട് മെനു ആണ് പിക്ക് ചെയ്തത്. ഞാൻ സാൽമണും പുള്ളിക്കാരൻ റോക്ക് ഫിഷും. ഒരാൾ ലോബസ്റ്റർ സാൻഡ്വിച്ചാണ് ഓർഡർ ചെയ്തത്, ഒരാൾ സ്കാൽപ്സ് ഓർഡർ ചെയ്തു, മോൾക്ക് ചിക്കൻ ടെൻഡേഴ്സും ഫ്രഞ്ച് ഫ്രൈസും ഓർഡർ ചെയ്തു. അപ്പം എൻ്റെ ബർത്ത്ഡേയുടെ നമ്മൾ ഏത് അപ്പം വാനില ഐസ്ക്രീം, വിപ്പിംഗ് ക്രീം, ചോക്ലേറ്റ് സിറപ്പും കൂടെയുള്ള ഡിസേർട്ടാണ് കേട്ടോ സെർവ് ചെയ്തത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് അത് കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ ബഗ്ഗി ഡ്രൈവിന് പോവാണ് കേട്ടോ. അവിടെ ചെന്ന് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ കുറേ ഫോമുകളൊക്കെ ഫില്ല് ചെയ്യാനുണ്ട് കേട്ടോ. പിന്നെ നമ്മളവിടെ ഡെപ്പോസിറ്റൊക്കെ പേ ചെയ്യണം. വണ്ടിക്ക് എന്തെങ്കിലും കേട് വന്നു കഴിഞ്ഞാൽ ആ ഡെപ്പോസിറ്റൊന്നും തിരിച്ചു കിട്ടില്ല. അപ്പോൾ എല്ലാ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം അവർ ഹെൽമെറ്റ് തരും എല്ലാവർക്കും കേട്ടോ. അത് കഴിഞ്ഞ് അവർ പറയുന്ന സ്പോട്ടിൽ പോയി നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അവരുടെ തന്നെ ഒരു വണ്ടി വന്ന് നമ്മളെ കയറ്റി ഈ ബഗ്ഗി ഡ്രൈവിൻ്റെ അവിടേക്ക് കൊണ്ടുപോകും. ബീച്ചിൻ്റെ സൈഡിൽ കൂടെയാണ് കേട്ടോ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ കാലിഫോർണിയയിലത്തെ ഒരേ ഒരു ഡ്രൈവ് ത്രൂ ബീച്ചാണ് പിസ്മോ ബീച്ച് എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല കാലിഫോർണിയയിൽ വേറെ ഏതെങ്കിലും ബീച്ചിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുമോയെന്ന്. ഇവരുടെ വെബ്സൈറ്റിൽ കണ്ടതാണ് ഞാൻ കേട്ടോ. അപ്പോൾ ഈ ബീച്ചിൽ കൂടെ കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്തു ശരിക്കും. അങ്ങനെ ഞങ്ങൾ ഈ ബഗ്ഗി ഡ്രൈവിൻ്റെ അവിടെ എത്തി കേട്ടോ. അപ്പോൾ ഇവിടെ പല സൈസിലും പല സിസിയിലുള്ള വണ്ടികളുണ്ട് കേട്ടോ. Picture time. ഇത് 450cc വണ്ടിയാണ് കേട്ടോ. Rental. Yeah. $315. You need to come back for 4:15. ഇത് കണ്ടോ, 4 പേർക്ക് ഇരുന്ന് ഓടിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അപ്പോൾ 4 പേരുണ്ടെങ്കിൽ 4 പേരും ഡ്രൈവേഴ്സ് ആണെങ്കിൽ 16 വയസ്സിന് എബവ് ഉള്ളവർക്ക് ആ വണ്ടി ഓടിക്കാൻ പറ്റും. അപ്പോൾ ഓടിക്കണമെന്നുണ്ടെങ്കിൽ മാറി മാറി ഓടിക്കാമല്ലോ, അരമണിക്കൂർ വെച്ച് മാറി മാറി ഓടിക്കാം. അപ്പോൾ നമ്മുടെ കൂടെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ 4 പേരുള്ള വണ്ടിയായിരിക്കും നല്ലത്. ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇത് ഡ്രൈവ് ചെയ്യാനായിട്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് പോയി ട്രൈ ചെയ്യാം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പോകണവരുണ്ട് കേട്ടോ. അപ്പോൾ മോൾക്ക് വണ്ടി ഓടിക്കാൻ പോകാൻ പറ്റാഞ്ഞതുകൊണ്ട് അവൾ ബീച്ചിൽ കളിക്കാമെന്ന് വിചാരിച്ചു. നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല തണുപ്പുമായിരുന്നു കേട്ടോ. എന്നാലും പക്ഷേ ബീച്ചിൽ കളിക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും വണ്ടി ഷെയർ ചെയ്യാണ് കേട്ടോ. 1 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോൾ ഹസ്ബൻഡ് തിരിച്ചെത്തും. അതുവരെ ഞാൻ മോളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാണ്.
ഇപ്പം എൻ്റെ വണ്ടി എത്തി. ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്യാണ് കേട്ടോ. ഇതാണ് മക്കളെ നമ്മുടെ ആക്ച്വൽ ഡ്യൂൺ ഡ്രൈവ്. ഇതേതാണ്ട് ദുബായിലൊക്കെയുള്ള ഡെസേർട്ട് സഫാരി പോലെയുണ്ട് കേട്ടോ. ഒട്ടകമില്ല, പക്ഷേ ഇത് നല്ല ഒരു ശരിക്കും അവിടുത്തെ പോലത്തെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ വണ്ടി ഞങ്ങളെല്ലാവരും നന്നായി എൻജോയ് ചെയ്ത് ഓടിപ്പിച്ചു. ഇവിടെ 24 ഫ്ലാഗ് ഉണ്ട്. 24ാമത്തെ ഫ്ലാഗാണ് കേട്ടോ ഏറ്റവും അറ്റം. പക്ഷേ എനിക്കത് അറിയണ്ടായിരുന്നില്ല. ഞാൻ ആ ഇട്ടാവട്ടത്ത് കിടന്ന് കുറച്ച് നേരം റൗണ്ട് അടിച്ച് 1 മണിക്കൂറാകുമ്പോഴേക്കും ഞാൻ വണ്ടി തിരിച്ചു കൊടുത്തു. വണ്ടി ഓഫാവാതിരിക്കാനായിട്ട് നമ്മൾ അവിടെ അതിലൊരു ബട്ടൺ നമ്മൾ അമർത്തിയിട്ടാണ് നമ്മൾ ഈ വണ്ടി ഓടിക്കുന്നത്. ആ ബട്ടൺ ഇങ്ങനെ അമർത്തി പിടിച്ച് എൻ്റെ തള്ളവിരൽ ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ എനിക്ക് 1 മണിക്കൂർ നേരമൊക്കെ ഈ ബട്ടൺ അമർത്തി പിടിക്കാനുള്ള ബലം എൻ്റെ കൈക്കില്ല. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ തിരിച്ചു കൊടുത്ത് കൈയും കാലൊക്കെ വാഷ് ചെയ്ത് തിരിച്ച് വണ്ടി കയറി വീട്ടിലോട്ട് പോവാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര ടയേർഡായി, പിള്ളേരൊക്കെ ഉറങ്ങി. അപ്പോൾ ഇത് PCH കൂടെയാണ് ഞങ്ങൾ ഡ്രൈവ് ചെയ്യണത് കേട്ടോ. ദുൽഖർ സൽമാൻ പറഞ്ഞത് ഓർമ്മയുണ്ടാവും, ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രൈവ് PCH കൂടെയാണ്. ആ വഴി കൂടെയാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ നല്ല കടലൊക്കെ കാണാം കേട്ടോ. നല്ലൊരു ഡ്രൈവാണ് കേട്ടോ ഈ സൈഡിൽ കൂടെയുള്ള ഡ്രൈവ്. വെറുതെ അല്ല ദുൽഖറിന് ഇതിൽ ഡ്രൈവ് ചെയ്ത് പോകാൻ ഇഷ്ടം. നല്ല വ്യൂ ആണേ. ഇത് അവിടുത്തെ ഒരു ചെറിയൊരു സിറ്റിയാണ് കേട്ടോ പോകുന്ന വഴിക്കുള്ള. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.